ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു BR വീഡിയോ കളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇറങ്ങിയേക്കുന്ന മില്ലിലാണ്. അപ്പോൾ ഒരു ചലഞ്ചും കൂടി കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് ഗൈസ്. അതായത് ഫസ്റ്റ് വെപ്പൺ ചലഞ്ച്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയേക്കുന്ന ഗണ്ണെന്ന് പറഞ്ഞാൽ വെക്ടറാണ്. അപ്പോൾ വെക്ടറും കൊണ്ട് മാത്രം ഇന്ന് ബൂയി അടിക്കുക എന്നതാണ് എൻ്റെ ചലഞ്ച് ഗൈസ്. ബൂയി അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും അതാണ് എൻ്റെ ചലഞ്ച്. വെക്ടറും കൊണ്ട് മാത്രം കളിക്കുക, അതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അതൊന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കണം ഗൈസ്. അപ്പോൾ ആരും ഇട്ട ചലഞ്ചൊന്നുമല്ല, ഇട്ട ചലഞ്ചാണെങ്കിൽ ഞാൻ എന്തായാലും അതുപോലെ ചെയ്തിരിക്കും. ഇത് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു ചലഞ്ച് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് നോക്കാം എത്ര കില്ല് വാരി കൂട്ടാൻ പറ്റുമെന്ന്. വെക്ടറാണ്, കുറച്ച് പാടായിരിക്കും, കാരണം ലോങ് ഡിസ്റ്റൻസ് വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവനെ അടിച്ച് ഒതുക്കിയിടാൻ പറ്റും, കാരണം വെക്ടർ നല്ല സെറ്റായിട്ട് അടിക്കും. പക്ഷേ ദൂരത്താകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലൂ വാൾ അത്ര ഇട്ട് നമുക്ക് കയറി പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, അതായത് 4 പ്രോ യൂട്യൂബ് കണ്ടക്ടേഴ്സ് ഓഫ് ഫ്രീ ഫയർസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പേര് ഞാൻ പറയാം, അതായത് റെയ്സ്റ്റാർ, അക്ഷയ് KZ, B2K, പിന്നെ ടോട്ടൽ ഗെയിമിങ്. അപ്പോൾ ഈ 4 പേരുടെ പേരിൽ വെച്ച് ഞാൻ ഒരു വോട്ടിംഗ് നടത്തിയായിരുന്നു ഗൈസ്. എന്നിട്ട് 12 പേരിട്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് റെയ്സ്റ്റാറാണ് ഗൈസ്. എനിക്ക് റെയ്സ്റ്റാർ തന്നെയാണ് ഇഷ്ടം, എന്നാലും മലയാളികളുടെ ഇതായിട്ട് എനിക്കിഷ്ടം അക്ഷയുടെയാണ്. എന്നാലും കാണാനും നല്ല രസമായിട്ടുള്ളത് എനിക്ക് റെയ്സ്റ്റാറിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾ കണ്ടൊന്ന് ഹാങ് ആയതാട്ടോ ഗൈസ്, ഒന്ന് ജസ്റ്റായിട്ടൊന്ന് ഹാങ് ആയതാണ്, നെറ്റ് പോയിട്ട് കണ്ട ഗൈസ്, ഒന്ന് തിരിഞ്ഞു പോയതാണ് ഹാങ് ആയിട്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു നൂബ് പ്രാങ്ക് പോലെ ഒന്ന് ഓടി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഇനിയും ഞാൻ ഒരു വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ഗൈസ്, അതാണ് ഫൈനൽ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഞാൻ ഇട്ടേക്കാം. അതായത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഏറ്റവും നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നതും വിചാരിക്കുന്നതുമായിട്ടുള്ള 4 പേരുടെ ചാനൽസ് ഞാൻ ഇടും. അതായത് നമ്മുടെ റെയ്സ്റ്റാർ അങ്ങനത്തെ ആൾക്കാരാണ്, പിന്നെ മലയാളികളും ഉണ്ടാവും, പിന്നെ പുറം രാജ്യങ്ങളിൽ, അതായത് കേരളം ഒഴിച്ചിട്ടുള്ളവരുടെ അത്ര ഞാൻ അങ്ങനെ ഇടാൻ വഴിയില്ല കേസ്, കാരണം നമ്മൾ മലയാളികളുടെയാണല്ലോ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളികളായിട്ടുള്ളവരുടെ ഞാൻ കുറച്ച് കൂടുതലിടും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ വോട്ട് എടുക്കുക, ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് നോക്കാം ഗെയ്സ്. അപ്പോൾ അതിന് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ ഗെയ്സ്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഇനി ആരാ വേണ്ടതെന്ന്. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ഇട്ടേക്കാം ഗൈസ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂട്യൂബ് കണ്ടൻറ്റ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് നോക്കിയെന്ന് നമുക്ക് ഇനി ഓടണം ഗൈസ്, കാരണം ഇനി ഇവിടെ ഒരു എനിമീസിനും കാണാനില്ല. അപ്പോൾ ഈ കട്ടാന പോലത്തെ സാധനം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ ഈ സാധനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെയിം പാഡ് കിട്ടും ഗൈസ്. അതായത് ഇത് എന്തോ ഒരു പേര്, ആ പേരെന്തോ വായിക്കള്ളാത്ത പേരാണ്, എനിക്ക് പറയാൻ പറ്റത്തില്ല, തെറ്റിപ്പോയാൽ അവിടെ വെച്ചിട്ട് മൂഞ്ചൂല്. അപ്പോൾ അത് വേണ്ട, ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ആ നെയിം പാഡ് എങ്ങനെ കിട്ടുന്നതെന്നൊരു വീഡിയോ ഞാൻ ഇട്ടേക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓറിയോണാണ് ഇട്ടേക്കുന്നത്. ഇനി മുതൽ ഞാൻ ഒരു ടാറ്റ്സൂ ഇട്ട് കളിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ടാറ്റ്സൂയുടെ ഇപ്പോൾ ക്യാരക്ടർ എബിലിറ്റി കൂട്ടിയിട്ടുണ്ട്, അതായത് 3 പ്രാവശ്യം ഇടാൻ പറ്റില്ല, പക്ഷേ ടാറ്റ്സൂ ആയി കഴിഞ്ഞാൽ നമ്മൾ കില്ലെടുക്കും തോറും ടാറ്റ്സേ കൂടും ഗൈസ്. അപ്പോൾ ടാറ്റ്സൂക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് ഓറിയോണിൻ്റെ കാര്യം, കാരണം നമ്മളിപ്പോൾ ഒരാളെ നോക്ക് ചെയ്തു, സ്ക്വാഡ് നമ്മുടെ ഫ്രണ്ടിൽ വന്നു, അപ്പോൾ നമുക്ക് ടാറ്റ്സൂ ഒരാളെ ഒരാളെ നോക്ക് ചെയ്ത് കഴിയുമ്പോൾ ടാറ്റ്സൂ ഇട്ട് മറ്റേ ഭാഗത്ത് നിന്ന് ഗ്ലൂ വാൾ ഇട്ട് നിൽക്കാം. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. അപ്പോൾ എനിക്കിപ്പോൾ ഇനി മുതൽ ഞാൻ ടാറ്റ്സൂ ഇട്ട് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. എളുപ്പമാണ്, ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും സോളോ വേഴ്സസ് സ്ക്വാഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു എനിമി ഇപ്പുണ്ട് ഗൈസ്, കാരണം എൻ്റെ കൂട്ടുകാരൻ നന്നായിട്ട് അടിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ആ കല്ലിൻ്റെ അവിടെ ഒരു പൊട്ടൻ്റെ തല പൊങ്ങിക്കുന്നു. അപ്പോൾ അവരെന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അവനിപ്പോൾ കൊന്നിരിക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അടിച്ച് തീരേണ്ടതാണ്. അപ്പോൾ എൻ്റെ ടീമേൻ്റെ അടുത്ത് നോക്കാം, അവൻ തന്നെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കല്ലിൻ്റെ പൊക്കത്തേക്ക് കയറി അവനെ തീർക്കാം. അപ്പോൾ വെക്ടറും കൊണ്ട് എത്ര ദൂരം അടിച്ചിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല വെക്ടറും കൊണ്ട് അവിടെ അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എസ് കേസ് കണ്ടിട്ട് എടുക്കാത്ത എനിക്ക് വിഷമമുണ്ട് കേസ്. കേസും തോംസണും അതിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ടീംമേറ്റ്സിൻ്റെ ഒപ്പമാണ് കേസ്. അപ്പോൾ വീണ്ടും ഞാൻ ചെന്ന് നോക്കി കേസ് തന്നെ ഉണ്ടോയെന്ന്, പക്ഷേ എടുക്കാൻ പറ്റത്തില്ല, ഒരു ചലഞ്ചായി പോയില്ലേ. അപ്പോൾ ഇനി നമുക്ക് പീക്കിൽ കയറി ചെല്ലാം കേസ്. പീക്കിൽ എനിമി ഉണ്ടെങ്കിൽ അത് വൈപ്പാക്കാം. പിന്നെ കുറച്ച് നേരം ഒന്ന് ഹൈഡ് ചെയ്യണം കേസ്. എനിക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കണം. ആ ഹൈഡ് ചെയ്യുന്ന ട്രിക്ക് നിങ്ങൾ ഒരു യൂട്യൂബർ ഇട്ടേക്കുന്നത് തന്നെയാണ്. ആ ട്രിക്ക് ആരിട്ടേക്കണേന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഷോർട്സ് ആക്കി ഇട്ടേക്കുന്നതാണ്, അങ്ങനെയൊക്കെയാണല്ലോ നമുക്കപ്പോൾ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ അങ്ങനത്തെ വീഡിയോ നിർത്തിയേക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ ഒന്ന് ഇട്ടതാണ്, നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ. അതായത് ആ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നും കൂടി എനിക്കറിയാമല്ലോ ബാക്കിയുള്ളവരുടെ ചാനലൊക്കെ. അപ്പോൾ നല്ലൊരു പ്ലെയറാണ്, നന്നായിട്ട് കളിക്കുന്നൊരു പ്ലെയറിൻ്റെ ചാനൽ തന്നെയാണത്. അപ്പോൾ
പേര് പറയുന്നില്ല. അത് ആരുടെ ഷോർട്സ് അന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയാലോ. അപ്പോൾ ഒരുത്തൻ എന്താണ് ഇവിടെ ടാറ്റ്സു ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ല ടാറ്റ്സു ഇല്ല സാൻഡിനോ. അപ്പോൾ അവൻ അടിച്ച്, പക്ഷെ അവൻ എൻ്റെ ഗുമ്മനടിച്ച് ഗൈസ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് നോക്കായി, പക്ഷേ എല്ലാവരും എൻ്റെ ഇല്ലെന്തിനാണ് ഗൈസ് ഇങ്ങനെ ഗുമ്മനടിക്കുന്നത്. എന്തായാലും ഡിമിട്രി ഇട്ടത് എന്തോ യോഗമായി ഗൈസ്. 3 പേർക്ക് ജീവൻ കിട്ടിയ, അല്ലെങ്കിൽ 3 പേരും നോക്കാൻ ഇവിടെ വൈപ്പായേനെ. ഒരുത്തൻ ഇപ്പോഴേ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, വൈപ്പായേനെ ഉറപ്പ് പറയാലോ, ഞങ്ങൾ വൈപ്പായി പോയേനെ. ഇപ്പോൾ അവനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ വാളിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലൊരു പിങ്ക് ആനയിലെ കേസ് അവൻ്റെ ബണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മെഡിക്കറ്റ് അടിക്കണം. എൻ്റെ ഗ്ലൂ വാൾ അവൻ തല്ലി പൊട്ടിച്ച്. പിന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ബണ്ടിലിൻ്റെ കൂട്ടുകാരിട്ടിട്ടുണ്ട് കേസ്. അതായത് നമ്മുടെ എനിമി ഉണ്ടെങ്കിൽ എനിമീനെ ക്യാച്ച് ചെയ്യുന്നൊരു ഇതില്ല കേസ്. ഇപ്പോൾ പുതിയതായിട്ട് നറൂട്ടോടെ ഇത് വന്നപ്പോൾ, നറൂട്ടോ സീസൺ 2 വന്നപ്പോൾ, അപ്പോൾ സൈഡിലൊരുത്ത് നിൽക്കുന്നുണ്ട് കേസ്. അവൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്ത് എനിമീസ് ഉണ്ട് കേസ്. എന്താ ഒരു വേർഡ് പറയില്ല, ചെകുത്താനും കടലിനും വിട്ടിരുന്നു, അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേസ്. തെറ്റിങ് എന്ന് പറയണം കേട്ടോ. ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങനെ എങ്ങാണ്ടല്ലേ പറയണത്. അതുപോലത്തെ അവസ്ഥയായിപ്പോയി കേസ്. അപ്പോൾ അവനെ ഞാൻ നോക്കാക്കിയിട്ടുണ്ട്. അവനപ്പോഴത്തേക്കും ഡിമിട്രി ഇട്ട് എന്നാൽ അവനെ ഞാൻ വീണ്ടും വെക്ടറും കൊണ്ട് അടിച്ച് തീർത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഹെറോസിലിൻ ഉണ്ട് കേസ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. 50 ഇതും എടുത്തിട്ടുണ്ട് ഞാൻ. അതെനിക്ക് കിട്ടിയില്ല കേസ്. എൻ്റെ ഫ്രണ്ട് കോച്ചിങ് കൊണ്ടുപോയി. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കിനിപ്പോൾ എടുക്കണം കേസ്. ഇപ്പോൾ കിട്ടി കേസ്. ഇപ്പോൾ കിട്ടിയ ഉണ്ട കിട്ടി. ഇപ്പോൾ ഇനി 98 ഉണ്ടയുള്ളൂ കേസ്. ഉണ്ട എടുത്തില്ലെങ്കിൽ വെക്ടറും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പറയാലോ, വെക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ട ഉണ്ടയാണ്. കാരണം നന്നായിട്ട് വെക്ടർ അടിക്കും, നന്നായിട്ട് ഡാമേജ് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൈഡിങ്. അപ്പോൾ ആ ഹൈഡിങ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചാടാൻ നോക്കിയിട്ട് ചാടുന്ന ബട്ടൺ എന്ത് ചെയ്തിട്ടും വർക്കാവുന്നില്ല കേസ്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെന്നിട്ടൊന്ന് ചാടാൻ ഇപ്പോൾ വർക്കാവുന്നുണ്ട് കേസ്. അപ്പോൾ ഇവിടെ നിന്ന് ചാടാൻ നോക്കിയിട്ട് ചാടാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കാറിൻ്റെ എന്തിൻ്റെങ്കിലൊക്കെ മുകളിൽ കയറിയിട്ട് ചാടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ചാടി കയറിയിട്ടുണ്ട്. നിങ്ങൾ ചാടി കയറിയിട്ട് ഇനി ഇവിടെ കിടക്കണം കേസ്. ഇവിടെ ഇനി കിടക്കണം. ഇത് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ്. അത് അവരെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇടുന്നതാണ്. അതിൻ്റെ അകത്ത് അവരിങ്ങനെ ഒളിച്ചിരിക്കും, എന്നിട്ട് അടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചധികം നേരം ഇരുന്നോട്ട് കേസ്. അവിടെ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ സേവ് സോൺ വന്ന് കേസ്. എന്നാലും അവിടെ അടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എൻ്റെ ടീമേറ്റ് ഉണ്ട് അവിടെ നോക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒറ്റ ഒരുത്തനും കൂടി ഉള്ളൂ, ഞാനും വേറെ ഒരുത്തനും. അപ്പോൾ ഞാൻ ഓടി കയറിയിട്ടുണ്ട്. ഇനി എൻ്റെ ടീമേറ്റ്സിനെയൊക്കെ ഒന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ലോണം അടിയുണ്ട് കേസ്. അപ്പോൾ ഇവിടെ ഒരുത്തൻ വണ്ടിയിലൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചാണ് കയറി ചെന്നത്. നിമിഷിൻ്റെ അടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കി. എൻ്റെ 2 ടീമേറ്റിനെ ഞാൻ റിവൈവ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. നമ്മൾ മുത്തല്ലേ, നമ്മുടെ കയ്യിലിപ്പം 400 രൂപ ബാക്കി. അപ്പോൾ ഒരുത്തൻ ഇപ്പോൾ പീക്കിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ എന്തിനാ പോയി മൂഞ്ചനെ. ഇനി എന്നെ പൊക്കിയുള്ള പീക്കിൻ്റെ അടുത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്ലൂ വാളിട്ട് കവർ ചെയ്ത് കുറച്ച് നേരം നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഇരിക്കുക. അവൻ കയറി വന്നാൽ അവനെ നമുക്ക് അടിച്ചു കൊല്ലാം. അപ്പോൾ ഇവിടെ ആരും കാണാനില്ല ഗൈസ്. തൊട്ട് ഫ്രണ്ടിൽ വേറെ ഒരുത്തനുണ്ട്. അവൻ വന്നാൽ ഞാൻ മൂഞ്ചി ഗൈസ്. എന്നാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നമുക്ക് ഈ സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഓടുക. ഇതിപ്പോൾ ലാസ്റ്റ് സേഫാണ്, നല്ല പവറിലാണ് ഇപ്പോൾ അടിക്കുന്നത് ഗൈസ്. സേഫ് സോണിൻ്റെ അകത്ത് വെച്ച് ചാവാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. പിന്നെ ഞാൻ ആ കട്ടാന പോലത്തെ സാധനം ഇട്ടാൽ എനിക്ക് അവിടെ വരെ ചെല്ലാൻ പറ്റും. ഞാൻ കളയുന്നില്ല ഗൈസ്, കാരണം വേറൊന്നുമല്ല. അതും കൊണ്ട് നമുക്ക് വല്ല ചലഞ്ചും ചെയ്താൽ ഒരാളെ കില്ല് ചെയ്യാൻ പറ്റിയ നമുക്ക് ഇത് കിട്ടും. ഇത് എന്താ ഒരു ബാഡ്ജ് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കളയാത്തത്. അപ്പോൾ ഇവിടെ എൻ്റെ ടീമേറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ടീമേറ്റിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ഇനി നമുക്ക് അവരുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് ബൂയി അടിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല ചാലഞ്ച്, സോറി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഭീമാശക്തി ഭീമാശക്തിയിലേക്ക് ഇറങ്ങി ചെല്ലാം ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം ഡാമുണ്ട്. ഒരുത്തൻ സേഫ് സോണിൻ്റെ അകത്ത് കാർ ഓടിച്ച് കളിക്കുന്നു. ഒരുത്തൻ സോളോ ഡെയർ ഉണ്ട്. ഇനി 21 പേരുണ്ട്. ലൈവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ടീം ഫുള്ളുണ്ടെന്ന് തോന്നുന്നു. ഒരുത്തനെങ്ങാണ്ട് നോക്കാം. ഇല്ല ഗൈസ്, ഫുൾ ടീമുണ്ട്. എന്നങ്ങടെ 4 പേരുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, നല്ലോണക്കിന് അടിയിട്ട് ഓർഗണിലിറങ്ങി ഞാൻ മൂഞ്ചിയതിന് സത്യം പറയാലോ. അപ്പോൾ ഞാനിവിടെ മെഡിക്കറ്റ് അടിച്ച് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വല്ല ഗണ്ണും കിട്ടുമോ? SVD ഉണ്ട് ഗൈസ്. SVD വയ്യാണ് ഗൈസ്. എന്നിട്ട് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് എന്താ പറ്റി? ഓരോ ചാലഞ്ചിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആയിരിക്കണം SVD വയ്യാണ്, എന്നിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ SKS SVD വയ്യൊക്കെ കളഞ്ഞിട്ട് കളിക്കുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്തോ പോലെ ഗൈസ്. അത്ര അടുത്തൊരു എനിമി SVD വയ്യും കൊണ്ടൊക്കെ ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ, എൻ്റെ മോനെ. അപ്പോൾ തൊട്ട് മുകളിൽ ഒരുത്തൻ അപ്പോൾ അവൻട്ട് നല്ല ഒരെണ്ണം കൊടുത്തിട്ട് അവനെ നോക്കാറുണ്ട്. അപ്പോൾ അവനെ കില്ല് ചെയ്യാൻ പറ്റിയില്ല.
ട്രിപ്പിൾ ടിക്കണം കിട്ടിയിട്ടുണ്ട് ഗൈസ്, അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടീമേറ്റ് ഡിമിട്രി ഇട്ടൊന്ന് ആ ഡിമിട്രി വെച്ചിട്ട് എൻ്റെ പാതി ജീവൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേഫ് സോൺ വരുന്നുണ്ട് ഗൈസ്, നന്നായിട്ട് സേഫ് സോൺ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓടിക്കഴിച്ചല്ല, മുകളിൽ കുറച്ച് പേരുണ്ട്. ആ മുകളിലുള്ളവരെ നമുക്ക് അടിച്ച് തൂഫാനാക്കി വിടാം. അപ്പോൾ ഞാനിപ്പോൾ എത്ര കില്ല് അതിൻ്റെ അത് കാണാമല്ലേ, സോറി. അപ്പോൾ അതൊരു ചലഞ്ചല്ല. ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത് ഞാൻ എത്ര കില്ല് എടുത്തെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ്. പക്ഷേ സോറി, ഞാൻ 3 കില്ല് എടുക്കുന്നത് അതിനകത്ത് കണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നത് ഇഷ്ടമാണോ ഗൈസ്, കമൻറ്റ് ചെയ്യുക. പിന്നെ ബോറിംഗ് ആണോ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എന്നാൽ ഞാൻ ഈ ലെക്ചർ പോലെ പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അതോ ഞാൻ കുറച്ചും കൂടി കോമഡി ആക്കണോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്ക് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് ഒരു മയ്യൊക്കെ എനിക്കറിയത്തില്ല. കുറച്ച് വ്യൂ കിട്ടുന്നുണ്ട്, അതിന് വളരെ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാനത് ശ്രദ്ധിക്കുക, ഞാനത് ശരിയാക്കാൻ ശ്രദ്ധിക്കും ഗൈസ്. ഞാൻ വാക്ക് തരാം, എനിക്ക് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ശരിയാക്കിയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ഫയർ അല്ലാണ്ട് വേറെ വല്ല ഗെയിമും കളിച്ചിടണം. എനിക്കൊരു വണ്ടി ഇടിച്ച് ഗൈസ്. അപ്പോൾ ഞാൻ ഗ്ലൂ വാളിട്ട് കവർ വെക്കുകയാണ്. ഇപ്പോൾ പുറകിൽ നിന്ന് അടിയുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെഡിക്കറ്റ് അടിക്കുകയാണ്. അവനെങ്ങനെ കയറി വന്നാൽ മുമ്പ് ഗൈസ്. ഇപ്പോൾ ഒരുത്തൻ കയറി അടിച്ചു വിട്ട് ഗൈസ്, ഹൊറസിലും കിട്ടി. പക്ഷേ അവൻ കൊല്ലി. ഓ മൈ ഗോഡ്, MP5 3 ആയിരുന്നു ഗൈസ്. അതൊക്കെ വെച്ചിട്ട് എൻ്റെ ടീമേറ്റ് 3 പേരുണ്ട്. അപ്പോൾ ബോയ് അടിക്കുന്ന കാര്യത്തിനൊരു സംശയമായി. ഇവരെടുത്താലും ബൂയ കേട്ടോ ഗൈസ്, ആ സമ്മതിച്ചാൽ നിങ്ങൾ. ഇവരെടുത്താലും ബൂയ എൻ്റെ ബൂയാണെന്ന് നിങ്ങൾ കണക്കാക്കണം ഗൈസ്. അല്ലാണ്ട് അവർ ബൂയ എടുത്തു എന്നും പറയരുത്. കാരണം ഞാൻ ഉത്തരം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അവരെ ഞാൻ റിവൈവ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാത്രം പറയരുത്. അവരും ഞാനും കൂടി ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കളി നിന്നത്. നിങ്ങൾ കണ്ടതാണല്ലോ ഞാൻ അവനെ റിവൈവ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഞാനും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവന്മാരും നേരെ നിന്നത്. അപ്പോൾ അവന്മാർ ബൂയി അടിച്ചാൽ ഞാൻ കളിക്കാനായിട്ടാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവൻ കൂട്ടുകാരനെ റിവൈവ് ചെയ്യാനാണ് ഡിമിറ്റ് ഇട്ടത്. പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല, അവനെ തീർത്തായിരുന്നു നേരത്തെ. ടീം എപ്പോഴും എടുത്ത് ഇനി ഒറ്റ ഒരുത്തൻ മോനെ ഇതടിച്ചാൽ ബൂയ, ഞങ്ങളുടെ ബൂയെന്ന് പറയാൻ പാടുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും പറയാൻ പാടില്ല, കാര്യം പറയാലോ. അപ്പോൾ ഇവനിവിടെ P90 വെച്ചിട്ടാണ് ഗൈസ്. 2 പേരുണ്ട്. 1v2 എടുക്കുമോ, അത് ഞങ്ങളുടെ ടീമേറ്റ് എടുക്കുമോ ഒരു പ്രതീക്ഷയില്ല ഗൈസ്. ജയിച്ചു അത്രേ ഉള്ളൂ ഗൈസ്. സെറ്റായിരുന്നു, സെറ്റ് കളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹീറോയ്ക്കാണ്, എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടെ 54+ആയി. ഇപ്പോൾ ഹീറോയ്ക്ക് അടിച്ചിട്ട് ഏറ്റവും പതുക്കെയാണ് ഗൈസ് എൻ്റെ കൂടുന്നത്. ഞാൻ 3 കില്ലാണ് എടുത്തിട്ടുള്ളൂ, എൻ്റെ കൂട്ടുകാരൻ 5 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ മാറ്റി ഒരു നല്ല കോസ്റ്റ്യൂമിൽ വരാം. ഞാനിപ്പോൾ 74,000 രൂപയുണ്ട് ഗൈസ്. താങ്ക് യു ആൻഡ് ബൈ.